ഇറാന് കൊടുത്ത അന്ത്യശാസന സമയം 48 മണിക്കൂറായിരുന്നു ട്രംപ്. ആ 48 മണിക്കൂർ അവസാനിക്കാൻ 12 മണിക്കൂർ ബാക്കിയുള്ളപ്പോഴാണ് അപ്രതീക്ഷിതമായി ഇന്നലെ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ആശ്വാസകരമായിരുന്നു ആ വെടിനിർത്തലെങ്കിലും നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. 24 മണിക്കൂറിന് ശേഷവും ഇപ്പോഴും വലിയ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുകയാണ്. ചർച്ചകൾ നടന്നുവെന്ന ട്രംപിന്റെ അവകാശവാദം ഇറാൻ തള്ളി. ഇസ്രയേലിലേക്ക് ഇറാന്റെയും ഇറാനിലേക്ക് ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും US-ന്റെ സഖ്യകക്ഷികൾക്കുമായി പ്രത്യേക പദ്ധതികൾ ഉണ്ടെന്ന ഇറാന്റെ മുന്നറിയിപ്പും വരുന്നുണ്ട്. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയത്ത് താഴ്ന്ന എണ്ണവില ഈ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഉയരുന്നതും ആശങ്കയായി തുടരുകയാണ്. അതേസമയം ചർച്ചയുടെ ചില സൂചനകളും കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത് എന്നതാണ് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. ഇന്നലെ വെടിനിർത്തലിന് ശേഷം 24 മണിക്കൂർ എന്തൊക്കെ സംഭവിച്ചു എന്നതുകൂടി പരിശോധിക്കാം. ഇറാനുമായി സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും വിശാലമായ ഒരു കരാറിലെത്താൻ സാധ്യതയുണ്ടെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അവകാശപ്പെട്ടിരുന്നത്. ഇതിന്റെ ഭാഗമായി ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്താനിരുന്ന ആക്രമണങ്ങൾ 5 ദിവസത്തേക്ക് മാറ്റിവെക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി എന്നതാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ട്രംപിന്റെ ഈ വാദങ്ങളെ ഇറാൻ പൂർണ്ണമായും തള്ളിയുകയായിരുന്നു. ആദ്യ മണിക്കൂറിൽ ചർച്ചകൾ നടന്നതായുള്ള അമേരിക്കയുടെ അവകാശവാദം പൂർണ്ണമായും ഇറാൻ തള്ളിക്കളഞ്ഞു. US പൂർണ്ണമായും പിൻവാങ്ങുകയും മേഖലകളിലെ താവളങ്ങൾ ഒഴിയുകയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്നതായിരുന്നു ഇറാന്റെ ആവശ്യം. മാത്രവുമല്ല, ആക്രമണം ആവർത്തിക്കില്ല എന്ന് സാധുവായ ഉറപ്പുകൾ ലഭ്യമാക്കുന്നതുവരെ യുദ്ധം അവസാനിക്കുന്നില്ല എന്നുകൂടി ഇറാൻ പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കില്ല എന്നും ഇറാൻ അറിയിച്ചു. ഇത് വലിയ ആശങ്കകളാണ് പിന്നീട് സൃഷ്ടിച്ചത്. അതായത് ഇറാൻ പിന്മാറാൻ ഒരുക്കമല്ല എന്നത് വളരെ വ്യക്തമായിരുന്നു. കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാൻ സമയം കണ്ടെത്താനും ആഗോള എണ്ണ വിപണിയെ സ്വാധീനിക്കാനും വേണ്ടിയാണ് ഈ ലക്ഷ്യങ്ങളോടെയാണ് അമേരിക്ക ഈ തന്ത്രങ്ങൾ മെനഞ്ഞതെന്നാണ് ഇറാൻ അവകാശപ്പെട്ടത്. അതായത് ഈ വെടിനിർത്തൽ അമേരിക്കയുടെ പ്രഹസനമാണ് എന്നതാണ് ഇറാൻ ചൂണ്ടിക്കാട്ടിയത്. ഇറാൻ ഉദ്യോഗസ്ഥർ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു. സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾക്കിടയിലും ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നു. വൈദ്യുത നിലയങ്ങളും പൈപ്പ് ലൈനിലും പ്രകൃതിവാതക കേന്ദ്രത്തിലെ ഓഫീസിലുമൊക്കെ ആക്രമണം നടന്നു. അപ്പോൾ വെടിനിർത്തലിന് ശേഷവും ഒരു ഭാഗത്ത് തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യമിട്ട് തന്നെ ആക്രമണം നടത്തി എന്നതാണ് ഇറാൻ പറയുന്നത്. മാത്രവുമല്ല, ഈ ഇടവേള എന്നത് അമേരിക്ക കൂടുതൽ സജ്ജമാകുന്നതിന്റെ സൂചനകളാണ്. അതുകൊണ്ട് തന്നെ അതിനെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നതുമാണ് ഇറാൻ പറഞ്ഞത്. അതായത് ഈ ട്രംപിന്റെ നാടകമാണ് ഇത്, ഞങ്ങൾ ഇത് അംഗീകരിക്കില്ല എന്നതാണ് ഇറാൻ സൂചിപ്പിച്ചത്. കൃത്യമായ ഉറപ്പുകൾ ഇനി ഇത് ആവർത്തിക്കില്ല എന്നതിൽ വേണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. ട്രംപ് ഒരു സാഹചര്യവും ഇല്ലാതെയാണ് അവസാനം ഈ നിലയിൽ ഒരു വെടിനിർത്തലിലേക്ക് എത്തിയത് എന്നതറിയാം. ഇറാന്റെ വിജയമായി തന്നെയാണ് ട്രംപിന്റെ ഏകപക്ഷീയമായ ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ലോകമാകെ തന്നെ നോക്കിക്കണ്ടത്. അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ഉണ്ടായത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. രാജ്യത്തെ 2 പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങളിൽ US-ഉം ഇസ്രയേലും വ്യോമാക്രമണം നടത്തിയതായാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് ഈ വെടിനിർത്തലിന് ശേഷമുണ്ടായ ആക്രമണങ്ങളാണ്. ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാനും നിരവധി മിസൈലുകൾ അയച്ചതായി ഇസ്രയേൽ സൈന്യം പറയുന്നു. ടെല്ലവീവ് ഉൾപ്പെടെ ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈറണുകൾ മുഴങ്ങി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലുകളെ നേരിടുന്നതിന്റെ സ്ഫോടന ശബ്ദങ്ങൾ പലയിടത്തും കേട്ടു. തകർന്ന മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ താഴെ വീണ് വടക്കൻ ഇസ്രയേലിലെ വീടുകൾ തകർന്നിട്ടുണ്ട്. ചിലർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്നാലും വലിയ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ പറയുന്നത്. ഇറാന്റെ ആക്രമണം ഗൾഫ് മേഖലയിലും ഉണ്ടായി. കുവൈറ്റിലെ തന്ത്രപ്രധാനമായ വൈദ്യുതി വിതരണ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. ആകാശത്ത് വെച്ച് ഇവ തകർത്തതിനെ തുടർന്ന് മിസൈൽ അവശിഷ്ടങ്ങൾ വീണാണ് രാജ്യത്തെ 7 പ്രധാന വിതരണ ലൈനുകൾ പ്രവർത്തനരഹിതമായതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. വിതരണ ശൃംഖല തകരാറിലായതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗികമായി വൈദ്യുതി മുടങ്ങിയെങ്കിലും നിലവിൽ സാഹചര്യം പൂർണ്ണ നിയന്ത്രണ വിധേയമായെന്ന് മന്ത്രാലയ വക്താക്കൾ അറിയിക്കുകയും ചെയ്തു. ബഹ്റൈനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4 തവണ സൈറണുകൾ മുഴങ്ങിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ശാന്തരായിരിക്കണമെന്നും ഉടൻ അടുത്തുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും മന്ത്രാലയം നിർദ്ദേശിക്കുന്ന സാഹചര്യം ബഹ്റൈനിലുമുണ്ടായി. ഇറാന്റെ മേലുള്ള US-ന്റെ ആക്രമണം തുടരുമെന്നും താൽക്കാലിക വെടിനിർത്തൽ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് ബാധകമെന്നും
സെമഫോർ മീഡിയയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവന്നത്. സൈനിക കേന്ദ്രങ്ങൾ, വ്യോമസേന, ബാലിസ്റ്റിക് മിസൈലുകൾ, ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസ് എന്നിവയ്ക്ക് ഈ വെടിനിർത്തൽ ബാധകമല്ല എന്നും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി തുടരുമെന്നുമാണ് അവർ പറഞ്ഞത്. അങ്ങനെയുള്ള വാർത്തകളും ഈ ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകളും വന്നതോടുകൂടി തന്നെ വലിയ അനിശ്ചിതത്വവും, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലായ്മയും ഒക്കെ ഉടലെടുത്തു. ഈ വാർത്തകളോടൊക്കെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും പെന്റഗണും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഈ ആക്രമണങ്ങളുടെ ഉദ്ദേശം എന്നത് സംബന്ധിച്ചൊന്നുമുള്ള പ്രതികരണങ്ങൾ ഔദ്യോഗികമായി ലഭ്യമല്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിവരങ്ങളാണ് നമ്മൾ നൽകുന്നത്. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ. യുദ്ധത്തോടുള്ള അമേരിക്കയിലെ ജനങ്ങളുടെ എതിർപ്പ്, ഇന്ധന വിലക്കയറ്റം സൃഷ്ടിച്ച കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെയും ട്രംപിന് ഈ യുദ്ധത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴി എങ്ങനെയെങ്കിലും കണ്ടെത്താൻ നിർബന്ധിക്കുകയായിരുന്നു. ഇറാന് നേരെയുള്ള ആക്രമണം രാജ്യവ്യാപക വിമർശനത്തിലേക്ക് നയിച്ചതിന് പിന്നാലെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിക്ക് മേൽ ട്രംപ് പഴിചാരുന്നത് കൂടി നമുക്ക് കാണാമായിരുന്നു. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ഉത്തരവാദിത്തം പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റിനാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുന്നത്. ടെന്നസിയിൽ നടന്ന പൊതുജനങ്ങളോടുള്ള സമ്മേളനത്തിനിടെയാണ് പ്രതിരോധ സെക്രട്ടറിയെ ഇറാനെതിരായ യുദ്ധത്തിന്റെ പേരിൽ ട്രംപ് പഴിച്ചത്. അപ്പോൾ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെയാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ട്രംപിനെതിരെ അമേരിക്കയിൽ രൂക്ഷ വിമർശനത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. ടെഹ്റാനെതിരായ സൈനിക നടപടിയിൽ ശക്തമായ കാരണമായി മാറിയത് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റിന്റെ നിരീക്ഷണമാണെന്നാണ് വിശദീകരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ട്രംപ് ശ്രമിക്കുകയുമാണ്. US നേതൃതലത്തിലുള്ള ഭിന്നത വ്യക്തമാക്കുന്നതായിരുന്നു ഈ ട്രംപിന്റെ പ്രസ്താവന എന്നതാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ വലിയ സമ്മർദ്ദം ഈ യുദ്ധം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപ് നേരിടുകയാണ്. മാത്രവുമല്ല, പല തവണകളിലായി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ ട്രംപ് പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അമേരിക്കയുടെ അനുമതിയില്ലാതെയാണ് തന്ത്രപ്രധാന മേഖലകൾ ഇറാന്റെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണം നടന്നത് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിൽക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചത് ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ യുദ്ധം ഏതാണ്ട് ഹോർമുസിൽ കേന്ദ്രീകരിക്കുന്ന ഒരു സമയത്താണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് എന്നത് കൂടി കാണണം. ഇറാൻ ഹോർമുസിൽ കൂടുതൽ പിടിമുറുക്കുന്ന സമയത്താണ് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന് അമേരിക്കയുടെ അന്ത്യശാസനം ഇറാൻ തള്ളിക്കളയുകയും കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നത് ആഗോള എണ്ണ വിപണിയെ വലിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്ത ഒരു ഘട്ടമാണ് ഈ 25 ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെ ഇത് സാരമായി തന്നെ ബാധിച്ചു. ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ദക്ഷിണ കൊറിയൻ പ്രധാനമന്ത്രി തന്റെ ചൈന സന്ദർശനം റദ്ദാക്കുന്ന സാഹചര്യമൊക്കെ വന്നതാണ്. ഹോർമുസ് കടലിടുക്ക് സംബന്ധിച്ച് ഇറാന്റെ നിലപാടിൽ മാറ്റമില്ല എന്നതാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അതായത് ഇറാൻ അയവിന്റെ ഒരു സൂചനകളും ഇപ്പോഴും നൽകുന്നില്ല. അയത്തുള്ളയുമായി ചേർന്ന് ഹോർമുസ് നിയന്ത്രിക്കും എന്നതായിരുന്നു പിന്നീട് ട്രംപിന്റേതായി വന്ന പ്രതികരണം. അതായത് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബയുമായി ചേർന്നിട്ട് ഈ ഹോർമുസ് താൻ നിയന്ത്രിക്കും എന്ന ഒരു അവകാശവാദമാണ് ട്രംപ് മുഴക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും വീണ്ടും തുറക്കുമ്പോൾ അയത്തുള്ളയുമായി ചേർന്ന് ഹോർമുസ് നിയന്ത്രിക്കും എന്നാണ് ട്രംപ് അറിയിച്ചത്. സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള എന്തെങ്കിലും കരാറിൽ ഹോർമുസ് കടലിടുക്കിന്റെ ചുമതല ആർക്കാകുമെന്ന് ചോദിച്ചതിന് മറുപടിയായിട്ടായിരുന്നു ഞാനും അയത്തുള്ള ആരായാലും അവരുമായിട്ടായിരിക്കും ഈ നിയന്ത്രണം നടത്തുക എന്ന് ട്രംപ് അവകാശപ്പെട്ടത്. അപ്പോൾ ഇറാനെ ഒരു ഉപാധിയുമില്ലാതെ കീഴടങ്ങണം എന്ന് ആവശ്യപ്പെട്ടിരുന്ന ട്രംപാണ്. മാത്രവുമല്ല, ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട് ഇറാന്റെ അവകാശവാദങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ ട്രംപാണ് ഞാനും ഇനി വരുന്ന അയത്തുള്ളയുമായി ചേർന്ന് ഇതിന്റെ നിയന്ത്രണം നടത്തുമെന്ന് പിന്നീട് പറഞ്ഞത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ പരാമർശത്തിൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിലും ആണവായുധം സംബന്ധിച്ച ആഗ്രഹങ്ങൾ ടെഹ്റാൻ ഉപേക്ഷിക്കണമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. വരാനിരിക്കുന്ന ചർച്ചകൾ നന്നായി നടക്കുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധം തന്നെ അവസാനിപ്പിക്കും എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും
ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കുള്ള ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾക്ക് ട്രംപ് ഈ ഘട്ടത്തിൽ ഊന്നൽ കൊടുക്കുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ട്രംപിന്റെ അവകാശവാദങ്ങളൊക്കെ തള്ളി ആദ്യം ഇറാൻ രംഗത്ത് വന്നുവെങ്കിലും ഇപ്പോൾ ചർച്ചകളുടെ സാധ്യത തെളിയുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. ഇറാൻ അത്തരം ചില സൂചനകൾ നൽകുന്നു. മുജ്തബ ഖമനേയി ചർച്ചകളുടെ സന്നദ്ധത അറിയിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇറാനിൽ നിന്ന് പുറത്തുവരുന്നത്. ഇറാന്റെ പുതിയ പരമാധികാര നേതാവായ മുജ്തബ ഖമനേയി അമേരിക്കയുമായി ചർച്ചകൾക്കും കരാറിലെത്താനും സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് വരുന്നത്. IRGCയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്തകൾ നൽകുന്നുണ്ട്. പാകിസ്ഥാനിലേക്ക് IRGCയുടെ ഡെലിഗേറ്റ്സ് എത്തും എന്ന ചില സൂചനകൾ വരുന്നു. ഒരുപക്ഷെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ നടക്കുമെന്നതിന്റെ സൂചനകൾ കൂടിയാണ് വരുന്നത്. എന്തായാലും നിലവിലെ ശത്രുതകൾക്കിടയിലും ഇത് നയതന്ത്രപരമായ ഒരു വഴിത്തിരിവിനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ചർച്ചയ്ക്കുള്ള സന്നദ്ധതയും അതിനുള്ള സാധ്യതകൾ തേടുന്നതും. എന്തായാലും ഈ യുദ്ധം എത്രയും വേഗം പൂർണ്ണമായും അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ വെടിനിർത്തലിന് ശേഷവും ആക്രമണങ്ങൾ തുടരുകയും അനിശ്ചിതത്വം തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഈ 25ാം ദിവസവും നിലനിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.